വലിയ സുരക്ഷാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ സ്വീകരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ അടക്കം മാധ്യമങ്ങളെയും നാട്ടുകാരെയും അടക്കം ഈ സ്ഥലത്ത് നിന്നും കിണറിന്റെ സമീപത്ത് നിന്നും പൂർണ്ണമായും മാറ്റിയ ശേഷമാണ് ആ ദൗത്യം മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഇത് പൂർണ്ണമായും അതിനെ മയക്കാതെയോ അല്ലെങ്കിൽ കൂടുതൽ അക്രമാസക്തനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കടുവയെ മുകളിലേക്ക് ഉയർത്തും. ഇപ്പോൾ നിലവിൽ വലയിലാക്കി ആളുകളെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ കിണറിന്റെ വശങ്ങളിലുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ കടുവ അക്രമാസക്തനായാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ അവർക്ക് വേണ്ട സ്വയം രക്ഷയ്ക്കുള്ള സാമഗ്രികൾ അടക്കമുണ്ട്. തോക്കടക്കമുള്ള മയക്ക് വെടിവെക്കാനുള്ള തോക്കടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷ എന്നല്ല, ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരിടാനുള്ള എല്ലാ മുൻകരുതലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, എത്ര സുരക്ഷ ഒരുക്കിയാലും അപകടം എപ്പോഴും ഉണ്ട്, അപകട സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് നാട്ടുകാരെ അടക്കം മാധ്യമങ്ങളെ അടക്കം മറ്റുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ RRT സംഘം അല്ലാതെ മറ്റുള്ള ആളുകളെ എല്ലാം തന്നെ അതിന്റെ സമീപത്ത് നിന്നും മാറ്റിയ ശേഷമാണ് ഈ കടുവയെ മുകളിലേക്ക് ഉയർത്താനുള്ള ദൗത്യം നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കടുവയെ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കടുവയെ പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരിക്കും. അത് പൂർണ്ണമായും ഏകദേശം കിണറിന്റെ മുകളറ്റം വരെയും ആ വല, ഈ കടുവയെ താങ്ങിയുള്ള വല കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കടുവയെ പൂർണ്ണമായും പുറത്തേക്ക് എടുക്കും. ശേഷം ഈ വീട്, അതായത് കിണറുള്ള ഈ വീടിന് സമീപത്തുകൂടി തന്നെയാണ് താഴേക്കുള്ള വഴിയുള്ളത്. ആ വഴിയിലൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അവർക്ക് സ്വയം രക്ഷയ്ക്കുള്ള സാധനങ്ങളടക്കമുണ്ട്, സാമഗ്രികളുണ്ട്. അതെല്ലാം തന്നെ കരുതിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ കടുവയെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നാട്ടുകാരെ അടക്കം ഇങ്ങോട്ടേക്ക് കടത്തിവിടാതെ ദൂരേക്ക് മാറ്റി നിർത്തിയ ശേഷമാണ് ഈ ദൗത്യം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ ആരംഭിച്ച ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. കടുവ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയരുന്ന സമയങ്ങളെല്ലാം തന്നെ അത് മുരളുകയും കൂടുതൽ പ്രകോപിതനാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വാഭാവികമായും വന്യജീവി, ഏറ്റവും അപകടകാരിയായ വന്യജീവി എന്ന നിലയ്ക്ക് അത്ര കണ്ട് സുരക്ഷ ഒരുക്കിയ ശേഷമാണ് ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ആ കടുവയെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയുന്നുണ്ടാകും. ചെറിയ തടസ്സമുണ്ട് എങ്കിൽ പോലും കാണാൻ കഴിയുന്നുണ്ട്. ഈ കടുവ പ്രകോപിതനായിട്ടുള്ള സാഹചര്യമാണോ അതോ ക്ഷീണിതനാണോ? അതായത് സംഗീത, സ്വാഭാവികമായും ഇന്ന് പുലർച്ചെയാണ് ഈ കടുവ ഈ കിണറ്റിനുള്ളിൽ വീണിട്ടുള്ളത്. അതിൻ്റെതായ ക്ഷീണിതനായിരിക്കും സ്വാഭാവികമായും ഈ കടുവ. പക്ഷേ ഉയർത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇത് മുരളുകയും പ്രകോപന സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരെ അതുകൊണ്ട് തന്നെ ഓരോ തവണ ഉയർത്തുമ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്നുണ്ട് മാറി നിൽക്കണമെന്നുള്ളത്. ഇപ്പോൾ ആ വഴി പൂർണ്ണമായും സജ്ജമാക്കിയ ശേഷം, ഈ കടുവയെ കൊണ്ടുപോകാൻ സജ്ജമാക്കിയ ശേഷമാണ് ഇപ്പോൾ ഇതിനെ പുറത്തെടുക്കുന്നത്. പൂർണ്ണമായും അപകട സാധ്യതയുണ്ട് നമ്മളോടക്കം. അതേ സംഗീതം, അങ്ങനെ തന്നെയാണ്. വലിയ ജാഗ്രത വേണം. കാരണം പൂർണ്ണമായും ഈ കടുവ മയങ്ങിയിട്ടില്ല. കേവലം അവർ പ്രത്യേകം ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ വലയൊക്കെയാണ് എന്ന് പറയുമ്പോഴും അവിടെ അപകട സാധ്യത അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും എല്ലാ തരത്തിലും കടുവയെ പുറത്തെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറയുന്നുണ്ട്. ആ ഭാഗത്ത് നോക്കി കടുവ പൂർണ്ണമായും ആ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. വലയ്ക്കുള്ളിൽ ആയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനെ പുറത്ത് ആ വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് സംഗീത. തീർച്ചയായും കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പറയൂ. വളരെ 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 പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പക്ഷേ അത് ഒരു ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നാട്ടുകാരടക്കം ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വളരെ വേഗം തന്നെ ഇപ്പോൾ
പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഈ ഭാഗത്തു കൂടിയാണ് പുറത്തേക്ക്, അതായത് ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും താഴേക്ക് കൊണ്ടുപോകുന്നത്. ആ ഭാഗത്തു നിന്നും കൊണ്ടുപോയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ, കൂടടക്കം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു, ആ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് ഈ കടുവയെ എത്തിക്കും എന്നാണ് നിലവിൽ അത്തരത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നമുക്കറിയാം വനമേഖലയാണ്, വലിയ താഴ്ചയുള്ള ഭാഗമാണ്. ഈ കടുവയെ കൊണ്ടുപോകുന്നതിന് നമുക്കറിയാം അതിന് എത്രത്തോളം ഭാരമുള്ള മൃഗമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ, ചില തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കടുവ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും മയങ്ങിയ ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ എന്തായാലും നിലവിൽ ഈ കടുവയെ താഴേക്ക് കൊണ്ടുപോവുകയാണ് സംഗീത. തീർച്ചയായും ശ്രീരാജ്, എന്താണെങ്കിലും ദൗത്യം ഈ ഘട്ടം വരെ വലിയ രീതിയിൽ വിജയകരമായിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ദൗത്യമായിരുന്നു. ഏറെ മനുഷ്യരുടെ ശ്രമഫലത്തിനൊടുവിലാണ് ഇപ്പോൾ കടുവയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ച് മയക്കിയ ശേഷമാണ് ഇപ്പോൾ ആ കൂട്ടിലേക്ക് കയറ്റുന്നത്. ഇത് ദൈവീത് മാറാമെങ്കിൽ ഞങ്ങളെ കയറൊക്കെ നയിക്കാം പ്ലീസ്. ഒന്ന് മാറും മയങ്ങിയിട്ടില്ല പ്ലീസ്. ഒന്ന് മാറ്. ശ്രീരാജ്, കടുവ അങ്ങനെ പൂർണ്ണതോതിൽ മയങ്ങിയിട്ടില്ല എന്നാണ് അവിടെ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ ശാന്തനായി തന്നെ കാണപ്പെടുന്നുമുണ്ട്. ഇനി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇതുവരെയും ലഭ്യമായിട്ടില്ല. കടുവ പൂർണ്ണമായും മയങ്ങിയിട്ടില്ല എന്ന മുന്നറിയിപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. കാരണം ഈ വാഹനത്തിന് ചുറ്റും നാട്ടുകാരടക്കം മാധ്യമപ്രവർത്തകരടക്കമുണ്ട്. അതിന്റെ ഒരു അപകട സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആ കൂട് അടച്ചിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായും ഈ കടുവയെ കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭീതിയിൽ തന്നെയായിരുന്നു ഈ പ്രദേശവാസികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അതിന്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. അതിനെ പുറത്തെത്തിച്ച് കടുവയെ ഈ കിണറ്റിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ച ശേഷം നിലവിൽ ഈ വാഹനത്തിൽ കയറ്റി ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് സംഗീത. തീർച്ചയായും. എന്താണെങ്കിലും ദൗത്യം വിജയകരമായിരിക്കുന്നു. പത്തനംതിട്ട ചിറ്റാറിൽ കടുവ ജനവാസ മേഖലയിൽ എത്തിയ കടുവയായിരുന്നു. കിണറ്റിൽ വീഴുന്നു. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ വിജയകരമായി തന്നെ കൂട്ടിലാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയുകയാണ്. ഇനി